സരയൂ നദീതീരത്താണ് യജ്ഞത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത്. കർമ്മസജീവന്മാരായ സുമന്ത്രാദികൾ യജ്ഞസജ്ജീകരണത്തിന്റെ ചുമതല വഹിക്കാനുണ്ട്. ആളും അർത്ഥവും ധാരാളം. എങ്കിലും രാജാവിന് കൃത്യങ്ങളുടെ വൈപുല്യമോർത്തിട്ട് സമാധാനമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ആശ്വാസം തേടി ചെല്ലാൻ ഒരിടമേയുള്ളൂ. വസിഷ്ഠ സന്നിധി ചെന്നു. ഗുരു, അതിബൃഹത്തും ശ്രമസാധ്യവുമായ വൈദിക കർമ്മത്തിന്റെ ചുക്കാൻ അവിടുത്തെ കൈകളിലാണ്. അദ്വരത്തിന് ഒരു തരത്തിലും വിഘ്നം ഏർപ്പെടുത്താതിരിക്കത്തക്ക വ്യവസ്ഥകളെല്ലാം അവിടുത്തെ സുചിന്തമായ തീരുമാനത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഞാൻ ഇതിലൊന്നും ശക്തനല്ല, അപരിചിതനാണ് താനും. മഹാരാജാവേ, അങ്ങ് ഇതിലൊട്ടും പരിഭ്രമിക്കേണ്ട. ഭഗവത് കൃപ കൊണ്ട് എല്ലാം മംഗളമായി നടക്കും. വിഷ്ണു പൂജയിലെ നിമിത്ത സൂചനയും ശുഭോദർക്കമാണല്ലോ. ആചാര്യനായ വസിഷ്ഠന്റെ മേൽനോട്ടത്തിൽ യജ്ഞത്തിനുള്ള സകല ഒരുക്കങ്ങളും പൂർത്തിയായി. താൽക്കാലികമായി കെട്ടിയുയർത്തിയ യജ്ഞശാലകൾ, പാചകശാലകൾ, പ്രാർത്ഥനാലയങ്ങൾ, പാർപ്പിടങ്ങൾ, അതിഥിസത്രങ്ങൾ തുടങ്ങിയ വിവിധ രൂപത്തിലുള്ള പന്തലുകളാലും നെടുമ്പുരകളാലും വിശാലമായ സരയൂതടം സുസജ്ജമായി കഴിഞ്ഞു. നാനാ രാജ്യങ്ങളിൽ നിന്നും അതിഥികളായി ആഗതരായ വൈദിക ശ്രേഷ്ഠന്മാർ, മഹർഷികൾ, രാജാക്കന്മാർ, പൗരമുഖ്യന്മാർ എന്നിവരെ കൊണ്ട് യജ്ഞഭൂമിയിലെ വാസസ്ഥലങ്ങൾ നിറഞ്ഞു. ആതിഥേയരായ അയോധ്യ നിവാസികൾ സേവന സന്നദ്ധരായി നിലകൊണ്ടു. വസിഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ച് അതിഥികളെ യഥായോഗ്യം സൽക്കരിക്കുന്നതിൽ വ്യാപൃതരാണവർ. ദശരഥൻ അതിഥികളായ താപസന്മാരെ അഭിവാദനം ചെയ്തറിയിച്ചു. മഹാത്മാക്കളെ, ഈ യജ്ഞത്തിൽ പ്രധാനാചാര്യനായി ആരെയാണ് നാം വരിക്കേണ്ടതെന്ന് ഭവാന്മാർ എന്നോട് കൽപ്പിക്കണം. ഉടനെ ഋഷ്യശൃംഗൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്തിനിത്ര സംശയിക്കാൻ? ബ്രഹ്മാത്മജനായ കുലഗുരു വസിഷ്ഠാചാര്യർ തന്നെയാണ് അതിന് യോഗ്യൻ. യജ്ഞവേദിയും ശാലകളും ആളുകളെ കൊണ്ട് നിറഞ്ഞു. മുൻകൂട്ടി നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ ദശരഥൻ പത്നിമാരോടുകൂടി ബ്രാഹ്മണരെ പുരസ്കരിച്ചു യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചു. വൈദിക ബ്രാഹ്മണർ രാജാവിനെയും റാണിമാരെയും യജ്ഞദീക്ഷ എടുപ്പിച്ച് അവരുടെ കൈകളിൽ മുഞ്ചുപുല്ല് കൊണ്ടുള്ള കാപ്പുകൾ കെട്ടി. വിഷ്ണു പ്രീതിക്കായുള്ള പ്രാരംഭ ചടങ്ങുകൾക്കു ശേഷം യാജ്ഞിക ബ്രാഹ്മണർ നെയ്യിൽ മുക്കിയ ചന്ദന ചീളുകളും അകിൽ കഷ്ണങ്ങളും യജ്ഞകുണ്ടത്തിൽ നിക്ഷേപിച്ചു. അതിൽ അരണി കടഞ്ഞെടുത്ത ആഹവനിയാഗ്നി കൊളുത്തി. ഹോമാഗ്നി സന്ദർപ്പണത്തിനു ശേഷം ഉദ്ഗാതാക്കൾ ആരോഹാവരോഹ ക്രമത്തിൽ സ്വരമാത്രകൾ ഒപ്പിച്ച് വേദസൂക്തങ്ങൾ ഉദ്ഗാനം ചെയ്തു. ഋത്വിക്കായ ഋഷ്യശൃംഗൻ അഥർവോക്ത സൂക്തങ്ങൾ ചൊല്ലി ഹവിസ്സുകൾ കൊണ്ട് ഹവിർബുധനെ ആരാധിച്ചു. യജ്ഞസംവിധായകനായ ആചാര്യമുഖ്യൻ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചു. ശ്രമാകരമായ ആ ഹവനകർമ്മം 3 ദിവസം നീണ്ടു നിന്നു.